ഹലോ വെൽക്കം കൂട്ടുകാരെ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് വേർഡ്സുകളാണ്, ഹിന്ദി വേർഡ്സുകൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഇതിൽ നിന്ന് മനസ്സിലായി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ നിന്ന് പഠിക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് കമൻറ്റ് എഴുതി കാണിക്കണേ. ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിനൊക്കെ നന്ദിയുണ്ട്. ഇതുപോലെ തന്നെ ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടും ഒക്കെ വേണം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടത് എന്ന് കൂടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഫസ്റ്റായിട്ട് നീ എവിടെയാണ്, അതെങ്ങനെ നമുക്ക് പറയാം? ആപ് കഹാം ഹേ. ആപ് മീൻസ് നീ, അതായത് താങ്കൾ എന്നൊക്കെ പറയാം. കഹാം എവിടെ, കഹാം ഹേ എവിടെയാണ്, നീ എവിടെയാണ്. ഞാൻ വീട്ടിലാണ്, എങ്ങനെ പറയാം? മേ ഗർ പർ ഹൂം. മേ ഞാൻ, ഗർ പർ ഹൂം വീട്ടിലാണ്. ഗർ പറഞ്ഞാൽ വീട്, ഗർ പർ ഹൂം വീട്ടിലാണ്, ഞാൻ വീട്ടിലാണ്. ഞാൻ പറയുന്നത് കേൾക്കൂ. മേരി ബാത് സുനോ. മേരി എന്നുള്ളതിൻ്റെ ശരിക്കുള്ള അർത്ഥം എൻ്റെ എന്നാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് മേരി ഞാൻ. ബാത് സുനോ പറയുന്നത് കേൾക്കൂ. മേരി ബാത് സുനോ ഞാൻ പറയുന്നത് കേൾക്കൂ. എന്ത് സംഭവിച്ചു? ക്യാ ഹുവ. ക്യാ മീൻസ് എന്ത്, ക്യാ എന്ന് പറഞ്ഞാൽ എന്ത്, ഹുവ ഉണ്ടായി, അതായത് സംഭവിച്ചു. ക്യാ ഹുവ എന്ത് സംഭവിച്ചു. എന്നെ നോക്കുക, അങ്ങനെ പറയാം. മേരി തരഫ് ദേക്കോ. ഇവിടെ മേരി എന്ന് പറഞ്ഞാൽ എന്നെ, അതായത് എന്നെ, എൻ്റെ എന്നൊക്കെ അർത്ഥം. മേരി എന്നെ, തരഫ് ദേക്കോ നോക്കുക, മേരി തരഫ് ദേക്കോ. എല്ലാം നന്നായി. സബ് ടീക്ക് ഹേ. സബ് മീൻസ് എല്ലാം, ടീക്ക് ഹേ നന്നായി. സബ് ടീക്ക് ഹേ എല്ലാം നന്നായി. ശരിയായി സംസാരിക്കുക. ടീക്ക് സേ ബാത് കരോ. ടീക്ക് സേ എന്ന് പറഞ്ഞാൽ ശരിയായി, ബാത് കരോ സംസാരിക്കുക. ടീക്ക് സേ ബാത് കരോ ശരിയായി സംസാരിക്കുക. ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ ശ്രദ്ധിക്കുക എന്നെങ്ങനെ പറയാം? യഹാം ധ്യാൻ ദോ. യഹാം മീൻസ് ഇവിടെ, ധ്യാൻ ദോ ശ്രദ്ധിക്കുക, ഇവിടെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കൈ കഴുകുക. ഹാത്ത് ധോലോ. ഹാത്ത് മീൻസ് നിങ്ങളുടെ കൈ, ധോലോ കഴുകുക. ഹാത്ത് ധോലോ നിങ്ങളുടെ കൈ കഴുകുക. വേഗം വരൂ, എങ്ങനെ പറയാം? ജൽദി ആന. ജൽദി മീൻസ് വേഗം, ആന വരൂ. ജൽദി ആന വേഗം വരൂ. ജൽദി ആന മീൻസ് വേഗം വരൂ. സൂക്ഷിച്ചു പോകൂ, എങ്ങനെ പറയാം? ധ്യാൻ സേ ജാന. ധ്യാൻ സേ സൂക്ഷിച്ച്, ജാന പോകൂ, സൂക്ഷിച്ചു പോകൂ. ധ്യാൻ സേ ജാന. ധ്യാൻ സേ ജാന സൂക്ഷിച്ചു പോകൂ. ഇവിടെ വരിക, എങ്ങനെ പറയാം? യഹാം ആവോ. യഹാം മീൻസ് ഇവിടെ, ആവോ വരിക, ഇവിടെ വരൂ. യഹാം ആവോ ഇവിടെ വരൂ, ഇവിടെ വരിക എന്നൊക്കെ പറയാം. യഹാം ആവോ. അവിടെ പോകൂ, എങ്ങനെ പറയാം? വഹാം ജാവോ. വഹാം മീൻസ് അവിടെ, വഹാം എന്ന് പറഞ്ഞാൽ അവിടെ, യഹാം ഇവിടെ, ജാവോ പോകൂ, വഹാം ജാവോ. ഇരിക്കുക. ഇരിക്കുക എന്നുള്ളതിന് എന്താ പറയാ? ബൈറ്റ് ജാവോ. ഇരിക്കുക, ബൈറ്റ് ജാവോ. ബൈറ്റ് ജാവോ മീൻസ് ഇരിക്കുക. നമുക്ക് പോകാം. ചലോ ചലേ. ചലോ ചലേ. കൃത്യസമയത്ത് വരൂ, എങ്ങനെ പറയാം? സമയ പർ ആന. സമയ പർ എന്ന് പറഞ്ഞാൽ എന്താ? കൃത്യസമയത്ത്. ആന വരൂ. സമയ പർ ആന കൃത്യസമയത്ത് വരൂ. ഇത് പിടിക്ക്, എങ്ങനെ പറയാം? ഇത് പിടിക്ക്. ഇസേ പക്കടോ. ഇസേ പക്കടോ മീൻസ് ഇത് പിടിക്ക്. ഇസേ ഇത്, പക്കടോ പിടിക്ക്. ഇസേ പക്കടോ ഇത് പിടിക്ക്. ശ്രദ്ധാലുവായിരിക്കുക. സാവധാൻ രഹോ. സാവധാൻ രഹോ ശ്രദ്ധാലുവായിരിക്കുക. പതുക്കെ നടക്കുക. പതുക്കെ നടക്കുക. ധീരെ ചലോ. ധീരെ പതുക്കെ, ചലോ ചല്ല എന്നൊക്കെ പറഞ്ഞാൽ നടക്കുക. ധീരെ ചലോ പതുക്കെ നടക്കുക. അല്പം കാത്തിരിക്കൂ. ജറ റുക്കോ. ജറ മീൻസ് അല്പം, രുക്കോ കാത്തിരിക്കൂ. ജറ റുക്കോ അല്പം കാത്തിരിക്കൂ. സുഖമാണോ, എങ്ങനെ പറയാം? കൈസേ ഹോ. കൈസേ ഹോ സുഖമാണോ. കൈസേ ഹോ സുഖമാണോ. വിഷമിക്കേണ്ട. ചിന്താ മത് കരോ. ചിന്താ മത് കരോ വിഷമിക്കേണ്ട. ചിന്താ മത് കരോ വിഷമിക്കേണ്ട. ഇത് നിങ്ങൾക്കുള്ളതാണ്, എങ്ങനെ പറയാം? യഹ് ആപ്കെ ലിയേ ഹേ. യഹ് മീൻസ് ഇത്, ആപ്കെ നിങ്ങൾക്ക്, ലിയേ ആപ്കെ ലിയേ അതായത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്.
എന്നെ കാണിക്കുക. മുജെ ദിഖാവോ. മുജെ മീൻസ് എന്നെ, ദിഖാവോ കാണിക്കുക. മുജെ ദിഖാവോ എന്നെ കാണിക്കുക. എനിക്കിത് ഇഷ്ടപ്പെട്ടു. എങ്ങനെ പറയാം? മുജെ യഹ് അച്ഛാ ലഗ. മുജെ യഹ് അതായത് മുജെ എന്നാൽ എനിക്ക്, യഹ് ഇത്, അച്ഛാ ലഗ ഇഷ്ടപ്പെട്ടു. അച്ഛ എന്നാൽ നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു. ഇത് ശരിയാണ്. യഹ് സഹി ഹെ. യഹ് മീൻസ് ഇത് നമ്മൾ പഠിച്ചു അല്ലേ? സഹി ഹെ ശരിയാണ്. യഹിന് പല അർത്ഥങ്ങളുണ്ട് കേട്ടോ. ഇത് ശരിയല്ല. യഹ് സഹി നഹി ഹെ. അതായത് യഹ് സഹി ഹെ എന്ന് പറയുമ്പോൾ ഇത് ശരിയാണ്, നഹി വന്നപ്പോൾ അല്ല. യഹ് സഹി നഹി ഹെ എന്ന് പറഞ്ഞാൽ ഇത് ശരിയല്ല. എന്നോട് ചോദിക്കുക. മുജിസെ പൂച്ചോ. മുജിസെ മീൻസ് എന്നോട്. മുജിസെ മീൻസ് എന്നോട്. പൂച്ചോ എന്നാൽ ചോദിക്കുക. മുജിസെ പൂച്ചോ മീൻസ് എന്നോട് ചോദിക്കുക. നിനക്ക് എന്താണ് ഉള്ളത്? തുമാരെ പാസ് ക്യാ ഹെ. അതായത് നിന്റെ അടുത്ത് എന്താണുള്ളത്? തുമാരെ നിങ്ങളുടെ പാസ് പറഞ്ഞാൽ അടുത്ത്, ക്യാ ഹെ എന്താ ഉള്ളത്, നിങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ നിന്റെ അടുത്ത് എന്താ ഉള്ളത്. എന്നോട് ക്ഷമിക്കൂ. മേ മാഫി ചാഹ്താ ഹൂം. എന്നോട് മീൻസ് മേം, അതായത് മേം എന്നുള്ളതിന് ഞാൻ അങ്ങനെയൊക്കെ പറയാം. മേ മാഫി ചാഹ്താ ഹൂം. ഇത് എപ്പോഴും ഓർക്കുക. ഇസേ ഹമേഷ യാദ് രഖ്ന. ഇസേ മീൻസ് ഇത്, ഹമേഷ എന്ന് പറഞ്ഞാൽ എപ്പോഴും, യാദ് രഖ്ന ഓർക്കുക. ഇസേ ഹമേഷ യാദ് രഖ്ന. ഞാൻ ഇത് ചെയ്യട്ടെ. മുജെ യഹ് കർണേ ദോ. മുജെ മീൻസ് ഞാൻ, യഹ് ഇത്, കർണേ ദോ ചെയ്യട്ടെ. മുജെ യഹ് കർണേ ദോ ഞാനിത് ചെയ്യട്ടെ. എന്നെ ജീവിക്കാൻ അനുവദിക്കൂ. മുജെ ജീനെ ദോ. മുജെ എന്ന് പറഞ്ഞാൽ എന്നെ, ജീനെ ജീവിക്കാൻ, ദോ അനുവദിക്കൂ. മുജെ ജീനെ ദോ എന്നെ ജീവിക്കാൻ അനുവദിക്കൂ. ഞാൻ കഴിക്കട്ടെ. മുജെ ഗാനെ ദോ. ഇതൊക്കെ ഒരു പ്രയോഗമാണ് കേട്ടോ. മുജെ ഗാനെ ദോ. ഞാൻ, ഗാന എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക. ഞാൻ കഴിക്കട്ടെ. ഗാനെ ദോ. ഞാൻ പോകട്ടെ എന്ന് എങ്ങനെ പറയാം? മുജെ ജാനെ ദോ. ജാന എന്ന് പറഞ്ഞാൽ പോവാ. അപ്പം മുജെ ജാനെ ദോ എന്ന് പറഞ്ഞാൽ ഞാൻ പോകട്ടെ. അതായത് മുജെ ജാനെ ദോ ഞാൻ പോകട്ടെ. ഞാൻ ഉറങ്ങട്ടെ എന്ന് എങ്ങനെ പറയാം? ഒന്ന് പറഞ്ഞു നോക്കൂ. മുജെ സോനെ ദോ. സോന എന്ന് പറഞ്ഞാൽ ഉറങ്ങുക. മുജെ സോനെ ദോ ഞാൻ ഉറങ്ങട്ടെ. മുജെ സോനെ ദോ ഞാൻ ഉറങ്ങട്ടെ. അവൻ സംസാരിക്കട്ടെ എന്ന് എങ്ങനെ പറയാം? ഉസേ ബോൽനെ ദോ. ഉസേ എന്ന് പറഞ്ഞാൽ അവൻ, ബോൽനെ ദോ സംസാരിക്കട്ടെ. ഉസേ ബോൽനെ ദോ അവൻ സംസാരിക്കട്ടെ. ഞാൻ പറയട്ടെ എന്നെങ്ങനെ പറയാം? മുജെ മത്താനെ ദോ. മുജെ ബത്താനെ ദോ ഞാൻ പറയട്ടെ. ഞാൻ സംസാരിക്കട്ടെ നമ്മൾ മുമ്പ് പറഞ്ഞു, ബോൽനെ ദോ. അത് ബത്താനെ ഞാൻ പറയട്ടെ, നമ്മൾ പറയില്ലേ. ഞാൻ നോക്കട്ടെ എന്നുള്ളതിന് എങ്ങനെ പറയാം? മുജെ ദേഖ്നെ ദോ. ദേഖ്ന എന്ന് പറഞ്ഞാൽ നോക്കുക. മുജെ ദേഖ്നെ ദോ ഞാൻ നോക്കട്ടെ. നിനക്ക് എന്ത് സംഭവിച്ചു? തുമേ ക്യാ ഹുവ. തുമേ എന്ന് പറഞ്ഞാൽ നിനക്ക്, ക്യാ ഹുവ എന്ത് സംഭവിച്ചു. തുമേ ക്യാ ഹുവ. ക്യാ മീൻസ് എന്ത്, ക്യാ ഹുവ എന്ത് സംഭവിച്ചു. നിങ്ങൾ എന്താണ് ഇഷ്ടപ്പെടുന്നത്? ആപ്കോ ക്യാ പസന്ത് ഹേ. ആപ്കോ ക്യാ പസന്ത് ഹേ മീൻസ് ആപ്കോ നിങ്ങൾ, ക്യാ എന്താണ്, പസന്ത് ഇഷ്ടപ്പെടുന്നത്. ആപ്കോ ക്യാ പസന്ത് ഹേ നിങ്ങൾ എന്താണ് ഇഷ്ടപ്പെടുന്നത്. എനിക്കിത് ഇഷ്ടമല്ല. മുജെ യഹ് പസന്ത് നഹി ഹെ. മുജെ യഹ് അതായത് എനിക്ക്, മുജെ എനിക്ക്, യഹ് ഇത്, പസന്ത് എന്ന് പറഞ്ഞാൽ ഇഷ്ടം, നഹി ഹെ അല്ല. അതായത് എനിക്കിത് ഇഷ്ടമല്ല. മുജെ യഹ് പസന്ത് നഹി ഹെ എനിക്കിത് ഇഷ്ടമല്ല, എനിക്കിത് ഇഷ്ടമില്ല. മുജെ യഹ് പസന്ത് നഹി ഹെ എനിക്കിത് ഇഷ്ടമല്ല, അങ്ങനെയാണ് പറയുക. മുജെ യഹ് പസന്ത് നഹി ഹെ എനിക്കിത് ഇഷ്ടമല്ല. എന്നെ സഹായിക്കൂ. എങ്ങനെ പറയും? മേരി മദത് കരോ. മേരി എന്ന് പറഞ്ഞാൽ എന്നെ, എൻ്റെ, എന്നെ എന്നൊക്കെ പറയും. മദത് കരോ സഹായിക്കൂ. എന്നെ സഹായിക്കൂ. മേരി മദത് കരോ എനിക്ക് നിന്റെ സഹായം ആവശ്യമാണ്. എങ്ങനെ പറയാം? മുജെ ആപ്കി മദത് കി സറൂരത്ത് ഹെ. മുജെ എനിക്ക്, ആപ്കി താങ്കളുടെ, മദത് കി അതായത് സഹായം, സറൂരത്ത് ഹെ ആവശ്യമാണ്. താങ്കൾ എന്നെ സഹായിക്കാമോ? ക്യാ ആപ്പ് മേരി മദത് കർ സക്തേ ഹെ. ക്യാ ആപ്പ് മേരി അതായത് താങ്കൾ എന്നെ മദത് കർ സക്തേ സഹായിക്കാമോ. ക്യാ ആപ്പ് മേരി മദത് കർ സക്തേ ഹെ താങ്കൾ എന്നെ സഹായിക്കാമോ. നീ എന്ത് ചെയ്യുന്നു? എങ്ങനെ പറയാം? തും ക്യാ കർത്തേ ഹോ. തും മീൻസ് നീ, ക്യാ എന്ത്, കർത്തേ ഹോ ചെയ്യുന്നു. ക്യാ മീൻസ് എന്ത്, തും നീ എന്ത് ചെയ്യുന്നു. നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നു? തും കഹാം കാം കർത്തേ ഹോ. തും നിങ്ങൾ, കഹാം എവിടെ, കാം എന്ന് പറഞ്ഞാൽ ജോലി, കർത്തേ ഹോ ചെയ്യുന്നു. തും കഹാം കാം കർത്തേ ഹോ നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നു.
എനിക്കിത് വേണം. മുജെ യഹ് ചാഹിയേ. മുജെ എനിക്ക്, യഹ് ഇത്, ചാഹിയേ വേണം. മുജെ യഹ് ചാഹിയേ എനിക്കിത് വേണം. നിങ്ങൾ ആരോ വിളിക്കുന്നു. കോയി തുമേ ബുലാ രഹാ ഹേ. കോയി തുമേ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആരോ, ബുലാ രഹാ ഹേ വിളിക്കുന്നു. കോയി തുമേ നിങ്ങൾ ആരോ, ബുലാ രഹാ ഹേ വിളിക്കുന്നു. നിങ്ങൾ ആരോ വിളിക്കുന്നു. നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നു? തും കഹാം കാം കർത്തേ ഹോ. തും കഹാം കാം കർത്തേ ഹോ. തും നിങ്ങൾ, കഹാം എന്ന് പറഞ്ഞാൽ എവിടെ, കാം ജോലി, കർത്തേ ഹോ ചെയ്യുന്നു. നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നു? ഞാനൊരു ബാങ്കിൽ ജോലി ചെയ്യുന്നു. എങ്ങനെ പറയാം? മേം ബാങ്ക് മേം കാം കർത്താ ഹൂം. മേം ഞാൻ, ബാങ്ക് മേം ബാങ്കിൽ, കാം ജോലി, കർത്താ ഹൂം ചെയ്യുന്നു. ഞാൻ ബാങ്കിൽ ജോലി ചെയ്യുന്നു. ഞാൻ വായിക്കുന്നു. ഞാൻ വായിക്കുന്നു. മേം പഠിത്താ ഹൂം. മേം ഞാൻ, പഠിത്താ ഹൂം വായിക്കുന്നു. മേം പഠിത്താ ഹൂം എന്ന് പറഞ്ഞാൽ ഞാൻ വായിക്കുന്നു. ഞാൻ എന്നെ തന്നെ വിശ്വസിക്കുന്നു. മുജെ ഖുദ് പർ വിശ്വാസ് ഹേ. മുജെ അതായത് ഞാൻ, എന്നെ എന്നൊക്കെ പറയും. ഖുദ് പർ അതായത് എന്നിൽ, സ്വയം, നമ്മൾ സ്വയം, വിശ്വാസ് ഹേ അതായത് ഞാൻ എന്നെ തന്നെ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധ എവിടെയാണ്? ആപ്ക ധ്യാൻ കഹാം ഹേ. ആപ്ക മീൻസ് നിങ്ങളുടെ, ധ്യാൻ ശ്രദ്ധ, നിങ്ങൾ എവിടെയാണ് ശ്രദ്ധിക്കുന്നത്? കഹാം ഹേ എവിടെയാണ്, നിങ്ങൾ എവിടെയാണ് ശ്രദ്ധിക്കുന്നത്? നിങ്ങളുടെ ശ്രദ്ധ എവിടെയാണ്? ഇത് എനിക്ക് തരൂ. യഹ് മുജെ ദോ. യഹ് മീൻസ് ഇത്, മുജെ എനിക്ക്, ദോ തരൂ. യഹ് മുജെ ദോ എനിക്കിത് തരൂ. ഇതെനിക്ക് തരൂ. എനിക്കിത് വേണം. മുജെ യഹ് ചാഹിയേ. മുജെ എന്ന എനിക്ക്, യഹ് ഇത്, ചാഹിയേ വേണം. എനിക്കിത് വേണം. മുജെ യഹ് ചാഹിയേ. മുജെ യഹ് ചാഹിയേ എനിക്കിത് വേണം അല്ലേ, നമ്മൾ പറയാറില്ലേ? ഇത്ര ഉച്ചത്തിൽ സംസാരിക്കരുത്. ഇത്തിനി ജോർ സേ ബാത് മത് കരോ. ഇത്തിനി എന്ന് പറഞ്ഞാൽ ഇത്ര, ജോർ സേ ഉച്ചത്തിൽ, ബാത്ത് അതായത് സംസാരം, മത് കരോ സംസാരിക്കരുത്. ഇത്തിനി ജോർ സേ ബാത് മത് കരോ ഇത്ര ഉച്ചത്തിൽ സംസാരിക്കരുത്. പരിഭ്രാന്തി വേണ്ട. എങ്ങനെ പറയാം? ഗബരാവോ മത്. മത്ത് പറയുമ്പോൾ വേണ്ട എന്നർത്ഥം കേട്ടോ. പരിഭ്രാന്തി വേണ്ട, ഗബരാവോ മത്. അവനെ വിളിക്കുക. ഉസേ ബുലാവോ. ഉസേ മീൻസ് അവനെ, ബുലാവോ വിളിക്കുക. ഉസേ ബുലാവോ അവനെ വിളിക്കുക. നിങ്ങൾ ആരോ വിളിക്കുന്നു. കോയി ആപ്കോ ബുലാ രഹാ ഹേ. കോയി ആരോ, ആപ്കോ നിങ്ങളെ, ബുലാ രഹാ ഹേ വിളിക്കുന്നു. കോയി ആപ്കോ ബുലാ രഹാ ഹേ നിങ്ങൾ ആരോ വിളിക്കുന്നു. കോയി ആപ്കോ ബുലാ രഹാ ഹേ നിങ്ങൾ ആരോ വിളിക്കുന്നു. മുസ്കുരാത്തെ രഹോ. മുസ്കുരാത്തെ രഹോ പുഞ്ചിരിക്കുക. മുസ്കുരാത്തെ രഹോ എന്ന് പറഞ്ഞാൽ പുഞ്ചിരിക്കുക. എന്തെങ്കിലും ചെയ്യൂ. എങ്ങനെ പറയാം? കുച്ച് കരോ. കുച്ച് എന്തെങ്കിലും, കരോ എന്ന് പറഞ്ഞാൽ ചെയ്യൂ. കുച്ച് കരോ എന്തെങ്കിലും ചെയ്യൂ. എന്ത് ചെയ്യും? ക്യാ കരൂം. ക്യാ മീൻസ് എന്ത്, കരൂം ചെയ്യും. ക്യാ കരൂം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും. ക്യാ കരൂം എന്ത് ചെയ്യും. എങ്ങനെ ചെയ്യും? എങ്ങനെ പറയാം? കൈസേ കരൂം. ക്യാ എന്ത്. ഇപ്പോൾ കൈസേ എന്ന് പറയുമ്പോൾ എങ്ങനെ, അതായത് കൈസേ മീൻസ് എങ്ങനെ. ക്യാ എന്ന് പറഞ്ഞാൽ എന്ത്, എങ്ങനെ ചെയ്യും. എന്ത് സംഭവിച്ചു? ക്യാ ഹുവ. എന്ത് സംഭവിച്ചു? ക്യാ ഹുവ. ക്യാ എന്ത്, ഹുവ എന്തുണ്ടായി പറയില്ല നമ്മൾ. എന്ത് സംഭവിച്ചു? ക്യാ ഹുവ എന്തുണ്ടായി അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു. ഇത് എങ്ങനെ സംഭവിച്ചു? കൈസേ ഹുവ അതായത് കൈസേ ഹുവ. കൈസേ മീൻസ് എങ്ങനെ, എങ്ങനെ. കൈസേ മീൻസ് എങ്ങനെ, ഹുവ സംഭവിച്ചു. ഇതെങ്ങനെ സംഭവിച്ചു. നീ എപ്പോൾ വരും? തും കബ് ആവോഗെ. തും മീൻസ് നീ, കബ് എന്ന് പറഞ്ഞാൽ എപ്പോൾ, ആവോഗെ വരും. തും കബ് ആവോഗെ നീ എപ്പോൾ വരും. നിങ്ങൾ എപ്പോൾ പോകും. തും കബ് ജാവോഗെ. തും മീൻസ് നിങ്ങൾ, കബ് എപ്പോൾ, ജാവോഗെ എന്ന് പറയുമ്പോൾ പോകും, ആവോഗെ വരും, ജാവോഗെ പോകും. എപ്പോൾ പോകണം. കബ് ജാനാ ഹേ. അപ്പോൾ കബ് പറഞ്ഞാൽ എപ്പോൾ, ജാനാ ഹേ പോകണം, എപ്പോൾ പോകണം. കബ് ജാനാ ഹേ എപ്പോൾ പോകണം. എപ്പോൾ വരും. കബ് ആനാ ഹേ. ജാന എന്ന് പറഞ്ഞാൽ പോവുക, ആന എന്ന് പറഞ്ഞാൽ വരിക. കബ് ആനാ ഹേ എപ്പോൾ വരും. കബ് ആനാ ഹേ എപ്പോൾ വരും. ഞാൻ പണം തരാം. മേ പൈസ ദൂങ്ക. മേം ഞാൻ, പൈസ എന്ന് പറഞ്ഞാൽ പണം, ദൂങ്ക തരാം. മേ പൈസ ദൂങ്ക ഞാൻ പണം തരാം. നീ വളരെ നല്ലതാണ്. തും ബഹുത്ത് അച്ചേ ഹോ. തും മീൻസ് നീ, ബഹുത്ത് അച്ചേ വളരെ നല്ലത്. ബഹുത്ത് മീൻസ് വളരെ, അച്ചേ ഹോ നല്ലതാണ്. അച്ചേ എന്ന് പറഞ്ഞാൽ നല്ലതാണ്. നീ വളരെ നല്ലതാണ്.
നീ സന്തോഷവാനാണോ? ക്യാ തും ഖുഷ് ഹോ? ക്യാ തും നീ ഖുഷ് ഹോ? സന്തോഷവാനാണോ? നീ സന്തോഷവാനാണോ? ക്യാ തും ഖുഷ് ഹോ? സത്യം പറഞ്ഞാൽ ഞാൻ വളരെ സന്തോഷവാനാണ്. സച്ച് കഹോ തോ മേ ബഹുത്ത് ഖുഷ് ഹൂം. സച്ച് കഹോ തോ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ, സച്ച് കഹോ തോ സത്യം പറഞ്ഞാൽ, ഞാൻ ബഹുത്ത് ഖുഷ് ഹൂം ഞാൻ വളരെ സന്തോഷവാനാണ്. നമുക്ക് പോകാം. ചലോ ചലത്തെ ഹേ. നമുക്ക് പോകാം. ചലോ ചലത്തെ ഹേ. ഇങ്ങനെ പറയാം. ചലോ ചലത്തെ ഹേ. നമുക്ക് പഠിക്കാം. ചലോ സീഖ്തെ ഹേ. ഇതൊക്കെ ഒരു പ്രയോഗങ്ങളാണ് കേട്ടോ. നമുക്ക് പഠിക്കാം. സീഖ്ന പഠിക്കാം. ഞങ്ങൾ ഹിന്ദി പഠിക്കുകയാണ്. എങ്ങനെ പറയാം? ഹം ഹിന്ദി സീഖ് രഹേ ഹേ. ഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ. ഹം മീൻസ് ഞങ്ങൾ. ഹിന്ദി സീഖ് രഹേ ഹേ പഠിക്കുകയാണ്. ഹം ഹിന്ദി സീഖ് രഹേ ഹേ. എനിക്ക് ഹിന്ദി സംസാരിക്കാൻ കഴിയും. മുझे ഹിന്ദി ബോൽ സക്താ ഹൂം. മുझे പറഞ്ഞാൽ എനിക്ക്, ഹിന്ദി ബോൽ സംസാരിക്കാൻ സക്താ ഹൂം ബോൽ കഴിയും. ബോൽ സക്താ ഹൂം സംസാരിക്കാൻ കഴിയും. എനിക്ക് ഹിന്ദി സംസാരിക്കാൻ കഴിയും. നിനക്ക് ഹിന്ദി സംസാരിക്കാമോ? ക്യാ തും ഹിന്ദി ബോൽ സക്തേ ഹോ? ക്യാ തും നിനക്ക് ഹിന്ദി ബോൽ സക്തേ ഹോ സംസാരിക്കാമോ? നിനക്ക് ഹിന്ദി സംസാരിക്കാമോ? സമയം വളരെ വിലപ്പെട്ടതാണ്. എങ്ങനെ പറയാം? സമയം ബഹുത്ത് കീമത്തി ഹേ. സമയം ബഹുത്ത് എന്നാൽ വളരെ, കീമത്തി ഹേ വിലപ്പെട്ടതാണ് അല്ലേ? നമ്മുടെ സമയമൊക്കെ വളരെ വിലപ്പെട്ടതാണ്. ജീവിതം അതുപോലെ തന്നെ നമ്മൾക്ക് വളരെ വിലപ്പെട്ടതാണ്. ജീവൻ ബഹുത്ത് കീമത്തി ഹേ. ജീവനും ബഹുത്ത് കീമത്തി ഹേ. ജീവനും വളരെ വിലപ്പെട്ടതാണ്. എൻ്റെ അടുത്ത് ഒന്നുമില്ല. എങ്ങനെ പറയാം നമുക്ക്? മേരെ പാസ് കുച്ച് നഹി ഹേ. മേരെ പാസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത്. പാസ് എന്ന് പറഞ്ഞാൽ അടുത്ത്. കുച്ച് നഹി ഹേ ഒന്നുമില്ല. മേരെ പാസ് കുച്ച് നഹി ഹേ എൻ്റെ അടുത്ത് ഒന്നുമില്ല. ശരിയല്ലേ? ഇവിടെ ഇരിക്കൂ. യഹാം ബൈട്ടോ. യഹാം ബൈട്ടോ ഇവിടെ ഇരിക്കൂ. യഹാ മീൻസ് ഇവിടെ. ബൈട്ടോ ഇരിക്കൂ. ഇവിടെ ഇരിക്കൂ. എന്നോടൊപ്പം ഇരിക്കുക. മേരെ സാത്ത് ബൈട്ടോ. മേരെ സാത്ത് എന്ന് പറഞ്ഞാൽ എന്നോടൊപ്പം അല്ലെങ്കിൽ എൻ്റെ കൂടെ. ബൈട്ടോ എന്ന് പറഞ്ഞാൽ ഇരിക്കുക. എൻ്റെ കൂടെ ഇരിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? എങ്ങനെ പറയാം? അബ് ആപ്പ് കൈസേ ഹേ. അബ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ. ആപ്പ് നിങ്ങൾക്ക് അല്ലെങ്കിൽ താങ്കൾക്ക് കൈസേ എങ്ങനെയുണ്ട്? അബ് ആപ്പ് കൈസേ ഹേ. ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? നീ എപ്പോഴാണ് ഇപ്പോൾ ഇവിടെ വന്നത്? തും യഹാം കബ് ആയേ. തും മീൻസ് നീ. യഹാം എന്ന് പറഞ്ഞാൽ ഇവിടെ. കബ് എപ്പോൾ. ആയേ എപ്പോൾ വന്നു. തും യഹാ കബ് ആയേ നീ എപ്പോൾ ഇവിടെ വന്നു. നിങ്ങൾ അവിടെ എവിടെ താമസിക്കുന്നു? ആപ്പ് കഹാം രഹ്തേ ഹോ. ആപ്പ് മീൻസ് നിങ്ങൾ. കഹാം എന്ന് പറഞ്ഞാൽ എവിടെ. രഹ്തേ ഹോ താമസിക്കുന്നു. നിങ്ങൾ എവിടെ താമസിക്കുന്നു? ആപ്പ് കഹാം രഹ്തേ ഹോ. ഞാനിവിടെ അടുത്താണ് താമസിക്കുന്നത്. മേ യഹാം പാസ്മേ രഹ്താ ഹോ. മേ യഹാം എന്ന് പറഞ്ഞാൽ മേ ഞാൻ. യഹാം ഇവിടെ. പാസ്മേൻ അടുത്ത്. രഹ്താഹും താമസിക്കുന്നു. ഞാനിവിടെ അടുത്താണ് താമസിക്കുന്നത്. ഞാൻ നാളെ നിൻ്റെ വീട്ടിൽ വരാം. മേ കൽ ആപ്കെ ഘർ മേ ആവുങ്ക. മേ എന്ന് പറഞ്ഞാൽ ഞാൻ. കൽ നാളെ. ആപ്കെ പറഞ്ഞാൽ നിൻ്റെ. ഘർ മേ വീട്ടിൽ. ആവുങ്ക ഞാൻ നാളെ നിൻ്റെ വീട്ടിൽ വരാം. എന്നെ വീട്ടിലേക്ക് വിടൂ. മുझे ഘർ ചോട് ദോ. മുझे എന്ന് പറഞ്ഞാൽ എന്നെ. ഘർ വീട്ടിൽ. ചോട് ദോ വീട്ടിലേക്ക് വിടൂ. എന്നെ വീട്ടിലേക്ക് വിടൂ. മുझे ഘർ ചോട് ദോ. ഞാൻ ഒറ്റയ്ക്കാണ്. മേ അഖേല ഹൂം. മേ അഖേല ഹൂം. മേ ഞാൻ. അഖേല ഹൂം പറഞ്ഞാൽ ഒറ്റയ്ക്കാണ്. നമ്മൾ പറയാറില്ലേ ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണെന്നൊക്കെ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്നത്? അപ്പം നമ്മൾ ചോദിക്കില്ല എന്താണ് നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്നത്? തും അഖേലെ ക്യോം ഹോ. തും പറഞ്ഞാൽ നീ. അഖേലെ അതായത് ഒറ്റയ്ക്ക്. ക്യോം ഹോ എന്തുകൊണ്ടാണ് നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്നത്? തും അഖേലെ ക്യോം ഹോ. ഞാൻ അസ്വസ്ഥനാണ്. മേ പരേഷാൻ ഹൂ. മേ പരേഷാൻ ഹൂ. എല്ലാം ശരിയാകും. ശരിയല്ലേ? സബ് ടീക്ക് ഹോ ജായേഗ. സബ് ടീക്ക് ഹോ ജായേഗ അതായത് സബ് ടീക്ക് ഹോ എല്ലാം ശരിയാവും. എല്ലാം ശരിയാവും ഇൻഷാല്ലാ. ആശുപത്രി എവിടെയാണ്? അസ്പതാൽ കഹാം ഹേ. ആശുപത്രിക്ക്. അസ്പതാൽ എവിടെയാണെന്ന് ഞാൻ ചോദിക്കാം. കഹാം ഹേ. അസ്പതാൽ കഹാം ഹേ. ഞാൻ അംഗീകരിക്കുന്നു. മേ സ്വീകാർ കർത്താ ഹൂം. മേ ഞാൻ. സ്വീകാർ എന്നാൽ ഞാൻ അംഗീകരിക്കുന്നു. കർത്താ ഹൂം സ്വീകരിക്കുന്നു. നിങ്ങൾ അത് പൂർത്തീകരിച്ചുവോ? ക്യാ തുമ്നെ ഖത്തം കർ ലിയ. നമ്മൾ പറയല്ലേ നിങ്ങളത് പൂർത്തിയാക്കിയോ ചോദിക്കൂലേ. ക്യാ തുമ്നെ നിങ്ങളത് ഖത്തം കർ ലിയ പൂർത്തീകരിച്ചോ. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ പൂർത്തിയാക്കിയോ ചോദിക്കൂലേ. അതാണ്. നിനക്ക് വട്ടാണോ എങ്ങനെ ചോദിക്കാം. ക്യാ തും പാഗൽ ഹോ. ക്യാ തും പാഗൽ ഹോ. നിനക്ക് വട്ടാണോ അല്ലെങ്കിൽ ഭ്രാന്താണോ എന്നൊക്കെ ചോദിക്കൂലേ. ക്യാ തും പാഗൽ ഹോ. ഇത് വൃത്തിയാക്കുക. എങ്ങനെ പറയാം? ഇസെ സാഫ് കരോ. ഇസെ മീൻസ് ഇത്.
സാഫ് എന്ന് പറഞ്ഞാൽ വൃത്തി എന്നാണ് കേട്ടോ അർത്ഥം. അതായത് സാഫ് കരോ വൃത്തിയാക്കുക, ഇസേ സാഫ് കരോ ഇത് വൃത്തിയാക്കുക. ഇതൊക്കെ മനസ്സിലാകുന്നുണ്ടോ? ക്യാ തും സമജ്തേ ഹോ, ക്യാ തും എന്നാൽ നിനക്ക് സമജ്തേ ഹോ മനസ്സിലാകുന്നുണ്ടോ, നിനക്ക് മനസ്സിലാകുന്നുണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും കൂടെ സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ ഇനിയും ഇതേപോലെ പുത്തൻ വീഡിയോയുമായി വരാം ഇൻഷാ അല്ലാഹ്. ഓക്കെ.